ഇത് ഒരു നിയമലംഘനത്തെ മറ്റൊരു നിയമലംഘനം കൊണ്ട് നേരിടാമോ? പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ കാണിക്കേണ്ട ഒരു പക്വതയുണ്ട്. ആ പക്വതയിലേക്ക് മേയറും എം.എൽ.എയും പോയിരുന്നോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവർമാർക്കെതിരെ എടുക്കുന്ന കൂട്ട നടപടിയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർമാർക്കെതിരെ കുറേ പേരെ പുറത്താക്കി, അല്ലേ? കുറേ പേര് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രൈവർ എങ്ങനെയാണ് ഓടിച്ചിട്ടുള്ളതെന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾക്ക് പിന്നീട് വന്ന ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മേയറുടെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്ന രൂപത്തിലേക്ക് നമ്മളതൊരു അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ കാരണം ആദ്യം മേയർ പറഞ്ഞത് റോങ് സൈഡിലല്ല നിർത്തിയതാണ്. പക്ഷേ നമ്മൾ സീബ്ര ലൈനിൽ വണ്ടി നിർത്തിയത് പിന്നെ ദൃശ്യങ്ങളിൽ കാണുകയാണ്. ആ ദൃശ്യങ്ങൾ വന്ന ശേഷമാണ്. അതിനു മുമ്പ് മേയർ പറഞ്ഞ കാര്യം ഗൗരവത്തിലുള്ളത് തന്നെയാണ്, അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒരു മേയർ എന്ന നിലയ്ക്ക് മേയറാണോ MLA ആണോ എന്ന് തിരിച്ചറിഞ്ഞില്ല എന്ന് ഇയാൾ പറയുന്നു. തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ കാണിക്കാമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതിപ്പെടുകയും അതിന്മേൽ ഉടൻ നടപടി എടുപ്പിക്കാൻ അവർക്ക് കഴിവുണ്ട്. അപ്പോൾ ആ രൂപത്തിലേക്കാണ് പോകേണ്ടത്. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, അതിനകത്ത് കുറേ യാത്രക്കാരുണ്ട്. യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് വണ്ടിയിൽ നിർത്തി വണ്ടിയിലേക്ക് കയറുകയും അവിടെ നിന്ന് കുറേ നേരം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു മേയർ ചെയ്യേണ്ടതാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. അതിൽ മാത്രമേ എനിക്കൊരു കുഴപ്പം തോന്നുള്ളൂ. മാത്രമല്ല, വണ്ടി നിർത്തിയതും റോങ് സൈഡിലാണ്. അങ്ങനെ കുറുകെ വന്ന് നിർത്തിയിട്ടൊക്കെ ചെയ്യേണ്ടതാണോ എന്നൊരു ചോദ്യം വരും. ഇപ്പോൾ ചോര തിളയ്ക്കൽ എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മളോട് അനീതി കാണിക്കുമ്പോൾ, വൃത്തികേട് കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമേ ഒരു പക്വതക്കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ CMD യുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മാറ്റി നിർത്താൻ മാത്രമാണ്, നടപടി പൂർണ്ണമായും പുറത്താക്കേണ്ടതില്ല എന്നാണ്. ഇയാൾ താൽക്കാലിക ജീവനക്കാരനാണ്. അയാൾ തന്നെ പറയുന്നു അയാൾ സ്ഥിരം ജീവനക്കാരനായിരുന്നെങ്കിൽ എന്നെ പുറത്താക്കിയേനെ എന്ന്. അപ്പോൾ അതിന്മേലൊരു പരിശോധന ഇവർ പ്രാഥമികമായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പിന്നെ ഈ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ളത് വാദത്തിന് ബലം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നറിയില്ല. കാരണം പോലീസ് റിപ്പോർട്ടിലും അതില്ല. അതിനി കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ പരിശോധിച്ച് എൻ്റെ റിപ്പോർട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇനി അത് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഭാഗത്തും കുഴപ്പമുണ്ട്. ഈ ഡ്രൈവറുടെ ഭാഗത്ത് ഈ വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി എടുത്തേ പറ്റും. അങ്ങനെയെങ്കിൽ ആ ഡ്രൈവർ വണ്ടി ഓടിക്കരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അത് ഗതാഗത വകുപ്പ് എനിക്ക് തോന്നുന്നു അന്തിമ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ചെയ്യുക എന്നത്. പക്ഷേ മേയർ ഈ കാര്യത്തിൽ എടുത്ത കാര്യം ഈ ഒരു കാര്യം മാത്രമാണ്, റോങ് സൈഡിൽ വണ്ടി നിർത്തുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം ഇങ്ങനെ ഇത്ര നേരം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണമൊക്കെയാണോ നടത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നു. അതിലൊരു പക്വതക്കുറവാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മേയർ കൂടി റോങ് സൈഡിലാണ് എന്ന അഭിപ്രായം ഞാൻ പറയുന്നത്. Meet the editors.